ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ബുർജ് ഖലീഫ കാണൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ബാക്കി വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ ഇതാ വാട്ടർ മ്യൂസിക് ആട്ടോ നടക്കുന്നത്. അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അടിപൊളിയാണ് കേട്ടോ വാട്ടർ മ്യൂസിക് കാണാൻ. ഈ വാട്ടർ ഇങ്ങനെ ചാടുന്നതിനനുസരിച്ച് ലൈറ്റ് വരും കേട്ടോ. അത് കാണാൻ സൂപ്പറാണ്. ഇപ്പം ഞങ്ങൾ കാണുന്നത് അറബിയുടെ സോങ്ങാണ് കേട്ടോ. സോങ് ഇതിൽ കൊടുത്തിട്ടില്ല, അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടോളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ മൊത്തത്തിൽ ലൈറ്റ് തെളിയുന്നുണ്ടോ. ഈ ബിൽഡിങ് മൊത്തം ലൈറ്റ് തെളിയുക കേട്ടോ. കളറിങ്ങനെ മാറി വരും. ഈ ബുർജ് ഖലീഫൻ്റെ ആ ഹൈറ്റിൽ പിന്നെ ഓരോ വിശേഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ലൈറ്റ് തെളിയുത്ര കേട്ടോ. ഇപ്പോൾ വിജയ് ജയിച്ചില്ലേ ഇലക്ഷൻ നിന്നിട്ട്, ആ സമയത്ത് ലൈറ്റ് ആ വിജയുടെ ഫോട്ടോ ആയിട്ട് അങ്ങനെ ഓരോ നമ്മുടെ നാട്ടിലെന്താ നടക്കണേ സ്പെഷ്യലായിട്ടെങ്കിൽ ഇങ്ങനെ അതൊക്കെ വരത്തില്ല. പിന്നെ പുതിയ സിനിമ ഇറങ്ങിയാൽ അതിൻ്റെ റീൽസ് അങ്ങനെയൊക്കെ വരുന്ന അനിയൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതാ അതിൻ്റെ ഉള്ളിലൊക്കെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കുകയാണ്. അവിടുന്ന് പിന്നെ മക്കൾക്ക് വരാനേ ഇഷ്ടമല്ല, മതി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ അവിടെ സ്നാക്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ സ്നാക്സൊക്കെ കഴിക്കണം. അവിടുന്ന് വാങ്ങുകയാണെങ്കിൽ ഭയങ്കര റേറ്റ് ആട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും ഒരു സാധനം വാങ്ങില്ല. കുട്ടികൾക്ക് ലേസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ നമ്മൾ വലിയ വലിയ സാധനങ്ങളൊന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങൽ നടക്കില്ല കേട്ടോ. അവിടെ റേറ്റ് കൂടുതലാണേ. അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ മാളിൻ്റെ ഉള്ളിലേക്ക് വന്നു കേട്ടോ. മാളിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഞങ്ങൾ കാർ പാർക്കിങ് ചെയ്ത സ്ഥലത്തേക്ക് എങ്ങനെ പോകുക എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണില്ല. ഡ്രൈവർ ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇത് ഓർമ്മ വെക്കണമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് നമ്പർ ഓർമ്മയുണ്ട്, പക്ഷെ അത് എവിടെയെന്ന് മനസ്സിലാക്കാൻ പറ്റണില്ല കേട്ടോ. കുറേ അങ്ങോട്ട് നടക്കും, കുറേ ഇങ്ങോട്ട് നടക്കും, അങ്ങനെ തിരഞ്ഞുകൊണ്ട് നടക്കുക കേട്ടോ. പിന്നെ ഇതാണ്ട് ഒരു ലൈറ്റ് നോക്കുക. അവിടുത്തെ ഒരു 8 ലൈറ്റിൻ്റെ വലിപ്പമാണിത്. സൂപ്പറാട്ടോ കാണാൻ. ആ ലൈറ്റ് ഒരു ലൈറ്റാട്ടോ അത്. പിന്നെ ഞങ്ങളിതാ പുറത്തേക്ക് പോകാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മേലേക്ക് ഞങ്ങളിങ്ങനെ മാപ്പിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേലെ ആദ്യം കയറാനാണ് കാണിക്കുന്നത്, പിന്നെ അവിടുന്ന് അടിയിലേക്ക് ഇറങ്ങാനും അങ്ങനെ ഓരോ ഭാഗമാണല്ലോ. അങ്ങനെ പുറത്തേക്ക് എങ്ങനെയൊക്കെയോ എത്തിക്കിട്ടുന്നുണ്ട് കേട്ടോ. എത്തിക്കിട്ടി തിരഞ്ഞു പിടിച്ചിട്ടൊക്കെ വന്നു. കുറേ നേരം അതിനായിട്ട് സമയം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാർ പാർക്കിങ് ചെയ്ത് അവിടേക്ക് എത്തി. ഡ്രൈവർ ഞങ്ങളവിടെ കാത്ത് നിൽക്കുന്നുണ്ടായിട്ട് അതിൽ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇന്ന ഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തെത്തി, കാർ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തി കേട്ടോ. അപ്പോൾ കാർ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് പിന്നെ കുറച്ച് നടന്ന് പോകണം, കാറ് നിർത്തി അവിടേക്ക് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ പണിയാണ്. ഡ്രൈവറെ ഞങ്ങൾ വിളിച്ചതാണ്, ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തോട്ട്. അപ്പോൾ അയാൾ അവിടെ പുറത്ത് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ആ കാറിൽ കയറി മാളിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ദുബായ് മാളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഭയങ്കര ചൂട് കേട്ടോ. ഈ കാർ പാർക്കിങ് ചെയ്ത് അവിടെ ഉള്ളിൽ നമ്മൾ ഇത്ര നേരം AC നിന്നല്ലേ, ആ പുറത്ത് വന്നപ്പോൾ ഭയങ്കര ചൂട്. അങ്ങനെ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്കും. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടാണ് ഫുഡ് കിട്ടിയത്. അങ്ങനെ ആ സൂപ്പ് ആദ്യം കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കുടിച്ചു കേട്ടോ. പിന്നെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ആ ഹോട്ടലത്തെ നല്ല തിരക്കുള്ളൊരു ഹോട്ടലാണ്. ഞങ്ങളിപ്പോൾ 2-3 പ്രാവശ്യമായി പോകണു. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് മണിക്കൂർ കണക്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ വീട്ടിലേക്കാട്ടോ പോണത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ചെയ്യണം. ആരും കമൻറ്റ് ഇടണം കേട്ടോ. എന്നാൽ ഓക്കെ, ബൈ.